അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മൈ വൈ ബൈ കല്യാണി ചേച്ചി മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെ വരാതിരിക്കും? കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എയറിൽ പാറി നടക്കുകയായിരുന്നല്ലോ നമ്മുടെ ചേച്ചി. ഒന്നിന് പിറകെ ഒന്നായി ചേച്ചിക്കെതിരെ ഇങ്ങനെ അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ ഗതി കെട്ടി ചേച്ചി മറുപടിയുമായി വന്നത്. സംഭവം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. എല്ലാം തുടങ്ങി വെക്കുന്നത് നമ്മുടെ കല്യാണി ചേച്ചി തന്നെയാണ്. ഏകദേശം ഒരാഴ്ച മുന്നേ ചേച്ചി തന്റെ യൂട്യൂബ് ചാനൽ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു. തിരുവനന്തപുരത്തുള്ള Therefore I am എന്ന് പറയുന്ന സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിനെതിരെ ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടായിരുന്നു ചേച്ചി വീഡിയോ ചെയ്തത്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ കണ്ണി കണ്ട ക്രീമുകളെല്ലാം വാരി തേച്ച് ചേച്ചിയുടെ സ്കിൻ ആകെ ഡാമേജ് ആയി. അങ്ങനെ ചേച്ചി എന്താക്കി, ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഒരു ക്ലിനിക്കിൽ പോയി. ചേച്ചിക്ക് പക്ഷേ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടണം. വലിയ ബ്യൂട്ടി വ്ളോഗർ ഒക്കെ അല്ലേ, ക്ലിനിക്കിനെ കൊളാബ് ചെയ്യാമെന്ന് ചേച്ചി പറഞ്ഞു. പക്ഷേ ഈ ക്ലിനിക്ക് അത്യാവശ്യം ഒരു പ്രീമിയം ക്ലിനിക്കാണ്. മഞ്ജു വാര്യറും സംയുക്ത വർമ്മയും ഒക്കെ അടങ്ങുന്ന സെലിബ്രിറ്റീസ് ഇവരുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്. സോ അവർക്ക് കല്യാണി ചേച്ചിയുടെ കൊളാബിന്റെ ഒന്നും യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. കൊളാബൊക്കെ അവിടെ നിൽക്കട്ടെ, തൽക്കാലം ചേച്ചി കാശ് വെക്കുക എന്നുള്ളതായിരുന്നു ക്ലിനിക്കിന്റെ നിലപാട്. ഈ ഒരു നിലപാടാണ് ചേച്ചിയെ ചൊടിപ്പിച്ചതെന്ന് തോന്നുന്നു. ചേച്ചിയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ക്ലിനിക്കിൽ ഒന്നും ബില്ല് കിട്ടിയില്ല, ഫയൽ കിട്ടിയില്ല എന്നൊക്കെയായിരുന്നു. എന്നെ അവർ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു ചേച്ചി വീഡിയോ ചെയ്തിരുന്നത്. എന്നാൽ ഇതേ ക്ലിനിക്കിലെ സ്റ്റാഫ് പറഞ്ഞിരുന്നത് ബില്ലും ഫയലും എല്ലാം ചേച്ചിക്ക് ഇമെയിൽ അയച്ചു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. കൊളാബ് ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ട് ചേച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്നതായിരുന്നു സ്റ്റാഫിന്റെ പക്ഷം. ചേച്ചി ഭർത്താവിനൊക്കെ കൂട്ടി പോയി ക്ലിനിക്കിൽ ആകെ അലമ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ സ്റ്റാഫിന്റെ വിശദീകരണം കൂടി വന്നതോടെ ചേച്ചി ആകെ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഷോർട്ട് വീഡിയോയിൽ ചേച്ചി അവിടെയും എവിടെയും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് പോയത്. അവസാനം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുമെന്നും പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വീഡിയോ ആണ് ഇപ്പൊ ഇത്രയും ദിവസത്തിന് ശേഷം ചേച്ചി പുറത്തു വിട്ടിരിക്കുന്നത്. അതിനിടയിൽ ആ ക്ലിനിക്കിലെ പ്രധാന ഡോക്ടറും അവരുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും കല്യാണിക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. ഹലോ, അപ്പോ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് റിയാക്ട് ചെയ്യുന്ന ചാനലുകളും പിന്നെ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഒക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. ഇത്രയും താമസിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്തല്ലോ. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങളോട് പറയാം, കാണിക്കാം എന്നതിന് ഒരു ക്ലാരിറ്റി എനിക്ക് വേണമായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കും ബഹളമൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. കേസ് ആക്കിയത് കൊണ്ടാണ് വിശദീകരണം തരാൻ വൈകിയതെന്ന് ചേച്ചി പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായി കാര്യങ്ങൾ. ഇപ്പൊ എന്ത് കോൺട്രവേഴ്സികൾ ഉണ്ടായാലും ആളുകളുടെ മെയിൻ കച്ചിത്തുരുമ്പ് ഇതാണല്ലോ. തന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ന്യായങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. കേസ് ആക്കിയത് കൊണ്ടാണ്, എല്ലാം തുറന്നു പറയാൻ പറ്റൂല, പരിമിതികളുണ്ട്, ഇത്രയും പറഞ്ഞാൽ മതി. എന്തായാലും ഇപ്പൊ നിവൃത്തികേടുകൊണ്ടാണ് ചേച്ചി ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ സംഭവം ഇവരെ അത്രയധികം നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട്. ക്ലിനിക്കിലെ സ്റ്റാഫും ഡോക്ടർമാരും എല്ലാം കല്യാണിക്കെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. റിയാക്ഷൻ വ്ളോഗേഴ്സ് ഈ വിഷയം ഏറ്റെടുത്തു. അങ്ങനെ എല്ലാം കൊണ്ടും അടഞ്ഞു പെട്ടു. ഗത്യന്തരമില്ലാതെയാണ് ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നേരത്തെ തന്നെ ചെയ്യാമായിരുന്നല്ലോ, ഇത്രയും ദിവസം ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ചേച്ചിക്ക് പറയാനുള്ള ബാക്കി കേട്ടോക്കാം. നമ്മളൊരു കാര്യം രണ്ടു വശവും കേൾക്കാതെ എന്തുകൊണ്ടാണ് ഇതുപോലെ എല്ലാവരും റിയാക്ട് ചെയ്യുന്നേ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ലോങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാമെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വീഡിയോ അയച്ചു തന്നു. അതില് ക്ലിനിക്കിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കേസ് കൊടുത്തത് അവരാണ് ആദ്യം, എന്നിട്ട് നമ്മളെ വിളിപ്പിക്കുകയാണ് ചെയ്തതെന്ന്. അപ്പോ അതിന്റെ ഒക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാനൊരു കാര്യത്തിന്, അതും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിനെതിരെ നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ വരുംവരായികകളും കാര്യങ്ങളും എല്ലാം ചിന്തിച്ചിട്ടും അറിഞ്ഞിട്ടും തന്നെയാണ് അത്രയും സത്യസന്ധമായിട്ട് അങ്ങനെ നമ്മൾ നിൽക്കുന്നത്. അപ്പോ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ആദ്യത്തെ കാര്യം അവര് പറഞ്ഞേക്കുന്നത്, ആ ഒരു വോയിസ് ക്ലിപ്പില് അവര് പരാതി കൊടുത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി, അവര് പരാതി കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. ആ പരാതിയുടെ ബേസ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോ നമ്മൾ കൊടുത്തേക്കുന്ന പരാതിയുടെ പേപ്പറാണിത് കേട്ടോ. അപ്പൊ അതിന്റെ അകത്തെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. 1-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ അവര് കൊടുത്തേക്കുന്നത് നമ്മൾ 1-ാം തീയതി തന്നെയാണ് ഈ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത്. അതായത് എന്റെ ട്രീറ്റ്മെന്റിന്റെ രേഖകൾ വേണമെന്നും പിന്നെ ബില്ല് വേണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചെറിയ ക്ലിപ്സ് ഞാൻ ഇവിടെ കൊടുക്കാട്ടോ. അപ്പൊ ജൂൺ 1-നാണ് താൻ പരാതി കൊടുത്തത് എന്നാണ് കല്യാണി ചേച്ചി പറയുന്നത്. ആക്ച്വലി ഈ ക്ലിനിക്കുകാർ കല്യാണിക്കെതിരെ പരാതി കൊടുത്തതും ജൂൺ 1-ന് തന്നെയാണ്. താങ്കളാണ് ആദ്യം പരാതി കൊടുത്തതെന്നാണ് ഇവിടെ രണ്ടു കൂട്ടരും അവകാശപ്പെടുന്നത്. എന്താണ് കല്യാണി ഇവിടെ ചില വീഡിയോ ക്ലിപ്സ് കാണിക്കാമെന്ന് പറഞ്ഞല്ലോ, വാ കണ്ടോക്കാം.
അത് അങ്ങനല്ലല്ലോ ഞാൻ ഒരു ഷോപ്പിന്ന് റിലയൻസിന്റെ ജിയോ മാർക്കറ്റ് ചെന്നിട്ട് മേടിച്ചിട്ട് ഞാൻ മുംബൈയിൽ റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി ബില്ല് മേടിക്കാൻ പറ്റും. അത് ഇവിടെ പൈസ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്ത് പോകുന്നത്. വേറെ മേഡം അല്ല പഴയതിലോട്ട് പോകണം. ഫയൽ ഇവിടെ ഉണ്ട്. ഞാൻ കാര്യം കേട്ടെ, ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ എല്ലാം മേഡം ഇത്രയും ഡിലേ ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് കള്ളത്തരമില്ലെങ്കിൽ ഞാൻ ഇത്രയും ചോദ്യമില്ല, കള്ളത്തരമില്ലെങ്കിൽ നിന്റെ ബില്ല് എന്ന് പറഞ്ഞ് എനിക്ക് തരാമല്ലോ. കേട്ടോ ഇത്രയും ബില്ല് ഇത്രയും മതി അങ്ങനെ മതി. അപ്പൊ ബില്ലില്ല ഫയലില്ല എല്ലാം ഓക്കെ, ഇതിപ്പോ ക്ലിനിക്കിലെ സ്റ്റാഫും കല്യാണിയുടെ ഭർത്താവും കൂടി സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. എല്ലാം സെറ്റ് ചെയ്തു തരാം, പ്ലീസ് ഗീവ് us സം ടൈം എന്നാണ് ക്ലിനിക്കിലെ സ്റ്റാഫ് കല്യാണിയുടെ ഭർത്താവിനോട് അവസാനം പറയുന്നത്. അല്ലെ, അത് നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തികച്ചും ന്യായമായ ആവശ്യം തന്നെയാണ് അവർ പറഞ്ഞത്. കാരണം ഒരു ക്ലിനിക്കിലേക്ക് പെട്ടെന്ന് കയറി ചെന്നിട്ട് ഡിസ്ചാർജ് സമ്മറി വേണം, ബില്ല് വേണം എന്നൊക്കെ പറഞ്ഞാൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാകും അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ്സ് അഡ്മിറ്റ് ആയ സമയത്ത് നമ്മൾ അവരുടെ കൂടെ കൂട്ടിരിക്കാൻ പോയിട്ടുണ്ടാകും. ഹോസ്പിറ്റലിലെ ഡിസ്ചാർജ് പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഇന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും ഇന്ന് രാവിലെ തന്നെ പോരാൻ നമുക്ക് കഴിയൂല. ഡിസ്ചാർജ് സമ്മറും ബില്ലും ഒക്കെ കിട്ടി അവിടുന്ന് പുറത്ത് കിടക്കുമ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടാകും. അതായത് ട്രീറ്റ്മെന്റ് മുഴുവനാകുന്നതിന് മുമ്പ് എനിക്ക് ഡിസ്ചാർജ് സമ്മറി താ, ബില്ല് താ എന്നൊക്കെ പറഞ്ഞാൽ എവിടുന്നും കിട്ടൂല. അതെല്ലാം തയ്യാറാക്കാൻ കുറച്ച് സമയം എടുക്കും. ഇവിടെ കല്യാണിയുടെ ഭർത്താവ് പെട്ടെന്ന് ഒരു ദിവസം ക്ലിനിക്കിൽ കയറി ചെന്നിട്ട് ബില്ലും ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അവിടുത്തെ സ്റ്റാഫിന് മറുപടി എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാന ഡോക്ടറായിട്ടുള്ള നിലോഫർ മാഡത്തിനോട് ചോദിക്കണം. ഡിസ്ചാർജ് സമ്മറിയും ബില്ലും ഒക്കെ തയ്യാറാക്കാൻ കുറച്ച് സമയം എടുക്കുമെന്നായിരുന്നു. തികച്ചും ന്യായമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് അവർ ഉന്നയിച്ചത്. തരില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല, കുറച്ച് സമയം എടുക്കും, എല്ലാം റെഡിയാക്കാമെന്നാണ് അവർ പറഞ്ഞത്. 8 മാസം കല്യാണം അവിടുന്ന് ട്രീറ്റ്മെന്റ് എടുത്തില്ലേ, അപ്പൊ അതിന്റെ ഫയൽസ് എല്ലാം ഫൈനലൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതേ അവർ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ കല്യാണം എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നാണ് എന്റെ ചോദ്യം. വെറും ഈഗോ കോംപ്ലക്സും അതുപോലെ കൊളാബ് കൊടുക്കാത്തതിന്റെ കൊയ്ന്തും വേറെന്ത്. ചേച്ചിക്ക് വേറെ ഏതോ ക്ലിനിക്കിൽ ഇന്നും കൊളാബ് ചെയ്യാമെന്നുള്ള ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഇത്ര തിരക്ക്. എന്നാ പിന്നെ വരുന്നതിന് തലേ ദിവസം വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു, ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും ഇനി ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല, എന്റെ ഫയൽസ് എല്ലാം റെഡിയാക്കി വെച്ചോ, ഞാൻ നാളെ വരാമെന്ന് ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാ പിന്നെ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. എന്തായാലും ബാക്കി ഉണ്ടോക്കാം. അപ്പോൾ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മെറ്റാ ഗ്ലാസ് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ബഹളം വെച്ചു, ആകെ അവിടെ ഇങ്ങനെ കച്ചറയാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ബില്ല് ചോദിക്കുന്നുണ്ട്, ഫയൽ ചോദിക്കുന്നുണ്ട്, അതിന് മെയിൽ അയക്കുന്നുണ്ട്, അവരോട് ചോദിക്കുന്നുണ്ട്. അവർ വാട്സപ്പിൽ ബില്ല് റിപ്ലൈ തന്നിട്ടുണ്ട്. അതായത് ഞാൻ മുടക്കിയേക്കുന്നത് ഒരു 6 അക്ക സംഖ്യയാണ്, അത് നല്ല വലിയൊരു 6 അക്ക സംഖ്യയാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫുൾ പ്രൂഫ്, അതായത് ഗൂഗിൾ പേന്ന് മാത്രമേ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ. 6 അക്ക സംഖ്യയാണ് എൻ്റെ കയ്യിൽ നിന്ന് ആയിട്ടുള്ളത്. ഇങ്ങനെ 6 അക്ക സംഖ്യ മുടക്കാനുള്ള സാഹചര്യം എന്താണ്, അതും കൂടി ചേച്ചി പറയണം. അത് പറയുന്നത് എത്ര മടി. കണ്ണി കണ്ട ക്രീം എല്ലാം വാരി തേച്ച് പണി കിട്ടി. ഓരോ ക്രീമും പൊക്കി പിടിച്ച് എന്നും വരുമായിരുന്നല്ലോ. അതിലൊരു വൈറ്റനിങ് ക്രീം ചേച്ചിക്ക് നല്ല പണി കൊടുത്തു. ചേച്ചിക്ക് പക്ഷെ കയ്യിൽ പൂത്ത പൈസ ഉണ്ടായത് കൊണ്ട് 6 അക്ക സംഖ്യയൊക്കെ മുടക്കി ചികിത്സിക്കാൻ കഴിഞ്ഞു. പക്ഷെ ചേച്ചിയുടെ വീഡിയോ കണ്ട് ഇജാതി ക്രീമുകളൊക്കെ വാങ്ങി തേച്ച ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര പേർക്ക് ഇതുപോലെ 6 അക്ക സംഖ്യയൊക്കെ മുടക്കി ചികിത്സിക്കാൻ കഴിയും? എന്താണ് ചേച്ചി ബാക്കിയോട് പറഞ്ഞാട്ടെ. ഇതിന്റെ പേയ്മെന്റ്, അതിന്റെ ഹിസ്റ്ററി, അതായത് അവരോട് ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നേക്കുന്നത് അതിന്റെ പകുതിയുടെ പൈസയാണ് തന്നേക്കുന്നത് ബില്ല്. ബാക്കി പൈസ എവിടെ പോയി? ബാക്കി എന്തുകൊണ്ട് അവർ ബില്ല് ചെയ്തത്? എനിക്ക് ബില്ല് തരുന്നില്ല, അത്രേ ഉള്ളൂ നമ്മുടെ കൺസേൺ. നമുക്ക് എന്തുകൊണ്ട് ബില്ല് തരുന്നില്ല? അങ്ങനെ ഒരു സ്ഥാപനം ബില്ല് കൊടുക്കാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ 1 ലക്ഷം മുടക്കി ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാണെങ്കിൽ ആ 1 ലക്ഷത്തിന് ബില്ല് തന്നെ അവർ തരും. അല്ലാതെ അതിന് പകരം 50,000 ബില്ല് തരുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ചേച്ചി 1 ലക്ഷത്തിന് ചികിത്സിച്ചെങ്കിൽ ആ 1 ലക്ഷത്തിന് ബില്ലും അവർ തരും. അല്ലാണ്ട് ബില്ല് പൂഴ്ത്തി വെച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്? ആദ്യമേ എമൗണ്ട് എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കിയതിന് ശേഷമല്ലേ ട്രീറ്റ്മെന്റ് തുടങ്ങിയത്. പിന്നെ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൺഫ്യൂഷന്റെ ആവശ്യം എന്താണ്? അങ്ങനെ പകുതി എമൗണ്ട് മാത്രം ബില്ലിട്ട് പറ്റിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം അവിടെ നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവിടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്നവരാരും
പൊട്ടന്മാരൊന്നുമല്ലല്ലോ. മുടക്കിയ പൈസക്കുള്ള ബില്ല്, എത്ര പൈസ എന്തിനെല്ലാം ചെലവായി തുടങ്ങി വിശദമായി എഴുതിയ ബില്ല് എല്ലാരും ചോദിച്ചു വാങ്ങുമെന്നുള്ളത് ഉറപ്പല്ലേ? ധനം ചേച്ചി ബാക്കി പറ. എടി, ഞാനാണ് എഫക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് എന്റെ ബില്ല് കിട്ടുന്നില്ല, ഫയൽ കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ഫയലിന്റെ കോപ്പി മതി നമുക്ക്. കാരണം ഇവരിനി അത് പേപ്പർ മാറ്റി എഡിറ്റ് ചെയ്ത് ഇനി എന്തൊക്കെ എഴുതി ചേർക്കും, എന്തൊക്കെ അതിലിനി മാറ്റം വരുത്തുമെന്ന് എനിക്കറിയില്ല. കാരണം അതിൽ ഓൾറെഡി നമ്മൾ അവരുടെ ക്ലിനിക്കിന്റെ പേപ്പർ അതിൽ എഴുതിയത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ റെക്കോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് അതിൽ എഡിറ്റ് ചെയ്താലോ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇത് സുഖമായിട്ട് മാറ്റാം. ഇനി എന്തൊക്കെയാണോ അതിൽ എഴുതി ചേർക്കുന്നത് എന്താണെന്നോ ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഫയലിന്റെ കോപ്പിയോ ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞത്. ജസ്റ്റ് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്താൽ മാത്രം മതിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു കോപ്പി, അതിന്റെ ഒരു ഹാർഡ് കോപ്പി തന്നാൽ മതിയായിരുന്നു. ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്തോളാൻ. അങ്ങനെ ലീഗലായിട്ട് മൂവ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അല്ലെ? അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനമാണെങ്കിലും ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനല്ലേ ശ്രമിക്കത്തുള്ളൂ. സ്ഥാപനത്തിന് ചീത്തപ്പേരില്ലാതെ പ്രശ്നം രമ്യമായി പരിഹരിക്കാനല്ലേ ആരും ശ്രമിക്കത്തുള്ളൂ. അതിന് പകരം നിങ്ങൾ പോയി കേസ് കൊടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യായം താങ്കളുടെ ഭാഗത്താണ് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണെന്ന് വേണം മനസ്സിലാക്കാൻ. ബാക്കി പറഞ്ഞാലും അപ്പം ആ ഒരു സമയം വരെ നമ്മൾ ലീഗലായിട്ട് പോയില്ല. ഇവരോട് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫയൽ തരൂ എന്നുള്ള രീതിക്ക് നമ്മൾ മെയിൽ ത്രൂ അയക്കുന്നതും അല്ലെങ്കിൽ ലെറ്റർ അയക്കുന്നതും വാട്സപ്പിൽ അയക്കുന്നതും എല്ലാം ഇവരോടാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും അവര് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവർ കംപ്ലൈന്റ് ഓൾറെഡി രജിസ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് അവർ പറയും, നമ്മൾ ഇത് കേസായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇത് കേസായിട്ട് കൊടുത്തതല്ലേ എന്ന്. അവരപ്പോഴും പറഞ്ഞത് എന്താണ്, നിങ്ങൾ ലീഗലായിട്ട് പൊക്കോളാൻ. അങ്ങനെ നമ്മൾ ലീഗലായിട്ട് പോയോണ്ട് മാത്രമാണ് അവരും വന്ന് കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതിപ്പോ ഇത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, ഒരു മിനിറ്റ്, നമ്മൾ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട്. 1/6/2026 നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ക്ലിനിക്കിൽ പോയത്. അതായത് നമ്മുടെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്, ട്രീറ്റ്മെന്റിന്റെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്. അപ്പൊ അത് അവർ തരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തത്. ഉച്ചയ്ക്ക് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് 1/6/2026 തന്നെയാണ്, അന്ന് തന്നെയാണ്. പക്ഷെ ഇവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പോലെ 2-ാം തീയതിയാണ് നമ്മളെ വിളിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും അവിടെ എത്തുന്നത്. ഓക്കെ, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വച്ച് അവര് അതായത് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതായത് എന്റെ ബില്ലും കാര്യങ്ങളും എല്ലാം അവര് തരാം, അതായത് ഡേറ്റും എഴുതിയിട്ടുണ്ട്, 3/6/2026 തരാം എന്നുള്ള രീതിയിൽ അവര് ഡേറ്റ് വരെ എഴുതിയിട്ട് അതിന്റെ സീൽ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അത് നടന്നത് അവിടെ. അതായത് 3-ാം തീയതിക്ക് മുൻപേ എന്റെ ബില്ലും എന്റെ ട്രീറ്റ്മെന്റിന്റെ റെക്കോർഡും ഹാർഡ് കോപ്പി ആയിട്ട് തരണം എന്നുള്ള രീതിയിൽ ഒപ്പിട്ടിട്ടാണ് അവര് പോയത്. അപ്പൊ അതിനർത്ഥം എനിക്ക് ആ ടൈമിലും ബില്ല് തന്നിട്ടില്ല എന്ന് തന്നെ അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ. ഇനി 2-ാമത്തെ കാര്യം അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്തിനാണ് ഞാൻ ആ ക്ലിനിക്കിൽ പോയെന്നുള്ള കാര്യം ഞാൻ പറയാം. അതായത് അവരതിൽ പറയുന്നത്, അതായത് എന്റെ മുഖത്ത് കുരുവെന്നാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കറക്റ്റായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു ഇതാണ്. ഞാൻ മാക്സിമം എന്നും വീഡിയോ ഇടാൻ നോക്കാറുണ്ട്, ഷോർട്സ്. അപ്പോൾ അതിൽ നോക്കിയാലും ഒക്കെ നിങ്ങൾക്ക് അറിയാം എന്റെ ഫേസിലെ കുരുവോ കാര്യമൊന്നുമില്ല. പക്ഷെ ഈ ഒരു പാട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ കറക്റ്റ് ആയിട്ടൊന്നും എനിക്കറിയത്തില്ല. ഈ ഒരു പാട് എന്റെ 2 സൈഡിലും ഇതുപോലെ ഉണ്ട്. ഈ ഒരു പാട് ഞാൻ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ട് വന്നതെന്നാണ് ആ കുട്ടി പറയുന്നത് വീഡിയോയ്ക്കകത്ത്. അപ്പൊ അത് അങ്ങനെ അല്ല എന്ന് എനിക്ക് കാണിക്കാൻ ഞാൻ കുറച്ച് ഫോട്ടോസ്, വീഡിയോസ് എന്തൊക്കെയാന്ന് വെച്ചാലും സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ പറയുക. അതായത് 8 വർഷം മുമ്പ്, എന്റെ മോൻ ഇപ്പൊ 8 വയസ്സാണ്. അപ്പൊ 8 വർഷം മുമ്പ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിറോയിഡ് ക്രീം എന്നല്ല, ഒരുവിധമുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും എനിക്ക് ഫേസിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. ആക്ച്വലി എനിക്ക് ഈ കല്യാണം കാണിച്ച പഴയ ഫോട്ടോസ് ഒന്നും കണ്ടിട്ട് അങ്ങനെ പാടുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ചിലപ്പം ഫോട്ടോയിൽ ക്ലിയർ അല്ലാത്തത് കൊണ്ടാവാം. എന്തായാലും ക്ലിനിക്കിലെ സ്റ്റാഫും ഡോക്ടറും പറഞ്ഞത് കല്യാണി സ്റ്റിറോയിഡ് അടങ്ങിയ ക്രീം എല്ലാം വാരി തേച്ച് ഒടുവിൽ മുഖമാകെ ഡാർക്ക് ആയപ്പോഴാണ് കൺസൾട്ട് ചെയ്യാൻ വന്നത് എന്നാണ്. ഞാൻ വേണമെങ്കിൽ ആ ഡോക്ടറുടെ വോയിസ് ഒന്നും ഇവിടെ വെക്കാം. ആ കുട്ടിയുടെ മുഖത്തിന് എന്താ പറ്റിയ? വല്ല പിമ്പിൾ വന്നോ, പാട് വന്നോ, കറുത്തു പോയോ, എന്താ പറ്റിയത്? അതെന്താ എന്താ പറ്റിയെന്ന് പറയാത്തത്? നമ്മൾ ബില്ല് കൊടുത്തിട്ടില്ലാന്നോ? നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ബില്ല് കൊടുത്താലും ഇത് എനിക്ക് കാരണം ഞാൻ പറയാം, ആ കുട്ടിയുടെ മെഡിക്കൽ ഹിസ്റ്ററി ഞാൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നാട്ടുകാർക്ക് മനസ്സിലാവും ഇത് എന്തേ കുട്ടിക്ക് ചെയ്തു വിട്ടണെന്നുള്ളത് യൂട്യൂബ് വഴി.
അത് എന്റെ ഒരു എത്തിക്സിന് ഒരു ഡോക്ടറല്ലേ ഞാൻ, ഒരു ക്ലയന്റ്, നമ്മൾ ഒരു പേഷ്യന്റോ ക്ലയന്റോ നമ്മളെ വിളിച്ചിട്ട് ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബോ അങ്ങനെ ചാനൽസോ അങ്ങനെ ഒന്നും നമുക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് പുറത്ത് വിട്ടെങ്കിൽ അത് ലീഗലി ഞങ്ങൾക്കൊരു കേസായിട്ട് പറയുകയാണെങ്കിൽ 100% ഞാൻ പുറത്ത് കാരണം കുട്ടിയുടെ എഗൻസ്റ്റുള്ള എന്താ ഞങ്ങൾ മെഡിക്കൽ ചെയ്ത കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഇതിന് മുന്നേ ഞങ്ങൾക്ക് വരുമ്പോൾ ഇതിന്റെ അവസ്ഥ എന്തായിരുന്നത്, അതിന് മുന്നേ ഇതിന്റെ കേട്ടിരിക്കുന്ന സ്റ്റെറോയിഡിന്റെ കണ്ടന്റുകളെല്ലാം ഇതിന് എന്റെ വന്ന് കാണുമ്പോൾ കരച്ചിലോടെ പഠിച്ചിരുന്നു. ഇതിന് തൊട്ട് മുന്നേ തന്നിരിക്കുന്ന ക്ലിനിക്കിന്റെ എന്താ പറയുക എന്റെ മൊത്തത്തിൽ ചെയ്തു അത് ചെയ്തു എന്തെങ്കിലും അറിയോ, ഒരു സ്ഥലത്തുനിന്ന് ഒരു കുറ്റം പറഞ്ഞാൽ അടുത്ത ഒന്ന് ശരിയാക്കി അടുത്ത സ്ഥലത്ത് പോയിട്ട് വേറെ കുറ്റം പറയാം. ഇതൊരു സൈക്കിൾ കൂടെ പോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങളത് അഡ്രസ് ചെയ്യാൻ എന്തായാലും ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്തോണ്ടിരിക്കുന്നത് അവസാനത്തെ ആഴ്ചകൾ. എനിക്ക് 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരുന്നത് ഈ 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്ന് ഈ നാട്ടിൽ ഞങ്ങൾ ആദ്യം എന്താ പറയുക 3 ലക്ഷം ഫോളോവേഴ്സ് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഒന്നും ഇല്ലല്ലോ. പറഞ്ഞത് ക്ലിയർ ആയി. അതായത് പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും മോശം മിസ്റ്ററുമായാണ് കല്യാണി തന്റെ അടുത്ത് കൺസൾട്ടേഷന് വന്നത് എന്നാണ് ഇവിടെ ഡോക്ടർ പറഞ്ഞത്. അതായത് അത്രയും ക്രീമുകൾ വാരി തേച്ചാണ് ഇവരുടെ മുഖം ഇങ്ങനെ ആയതെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. മാത്രമല്ല ഈ ഡോക്ടറുടെ അടുത്ത് പോകുന്നതിന് മുമ്പ് മറ്റു പല ക്ലിനിക്കുകളിലും കല്യാണി ഇതേ പ്രശ്നത്തിന് ചികിത്സ തേടി പോയിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം ഈ ഡോക്ടറുടെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞ കരയും അത്ര, ഞാൻ അവിടെ പോയി ചികിത്സിച്ചു, ഇവിടെ പോയി ചികിത്സിച്ചു, ഒരു മാറ്റവുമില്ല. അങ്ങനെ മറ്റു ക്ലിനിക്കുകളെ കുറിച്ചെല്ലാം കുറ്റം പറയും പോലും. അന്ന് അതെല്ലാം കേട്ടിരുന്നപ്പോൾ ഒരിക്കൽ തന്റെ ക്ലിനിക്കിനെ കുറിച്ചും ഇവര് കുറ്റം പറയുമെന്ന് ഡോക്ടർ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. എന്തായാലും കല്യാണി പറയുന്നത് ഇതൊരു പാരമ്പര്യമായിട്ട് ഒരു പാടാണ് എന്നാണ്. കല്യാണിയുടെ അച്ഛന്റെ മുഖത്തും ഇങ്ങനെ ഒരു പാടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അച്ഛന് പ്രായമായി വരുന്തോറും ആ പാടിന് വിസിബിലിറ്റിയും കൂടി വന്നിരുന്നു പോലും. അപ്പൊ തനിക്കും അങ്ങനെ സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് പോലും ഇവര് ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയത്. പക്ഷെ ഡോക്ടർ പറഞ്ഞത് സ്റ്റിറോയിഡ് ക്രീമുകളെല്ലാം ഉപയോഗിച്ച് മുഖം ഇരുണ്ടു പോയി സ്കിന്നെല്ലാം ഡാമേജ് ആയപ്പോഴാണ് കല്യാണി ചികിത്സിക്കാൻ വന്നത് എന്നാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാം, ചിലപ്പോ കല്യാണി പറഞ്ഞ പോലെ തന്നെ ഇവരുടെ മുഖത്ത് പാരമ്പര്യമായി കിട്ടിയ ആ ഒരു പാടുണ്ടായിരുന്നിരിക്കണം. അത് കളയാൻ വേണ്ടി ഡോക്ടറെ കാണിക്കാതെ സ്വന്തമായി അവർ പല ക്രീമുകളും തേച്ച് പിടിപ്പിച്ച് പരീക്ഷണം നടത്തി കാണണം. പക്ഷെ ഒരു മാറ്റവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല സ്കിൻ ഇരുണ്ടു പോവുകയും ഡാമേജ് ആവുകയും ചെയ്തു. അങ്ങനെ ഒരു സ്റ്റേജിലായിരിക്കണം കല്യാണി ഈ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും പാരമ്പര്യമായി കിട്ടിയ കറുത്ത പാടിനേക്കാളും ഡോക്ടർ വിസിബിൾ ആയി കണ്ടിട്ടുണ്ടാവുക സ്റ്റിറോയിഡ് എല്ലാം ഉപയോഗിച്ചുണ്ടായ സ്കിൻ ഡാമേജ് ആയിരിക്കും. ആ ഡാമേജ് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഇങ്ങനെ സംഭവിച്ചതാകാനാണ് സാധ്യത എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടോ. എന്തായാലും കല്യാണിക്ക് പറയാനുള്ള ബാക്കിയുടെ കേട്ടോ കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്റെ അച്ഛന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. എന്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടും തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അതിങ്ങനെ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛന്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോ എനിക്കും ഇത് ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോ എനിക്ക് ഇങ്ങനെ പ്രായം കൂടി വരുന്തോറും ഇതിങ്ങനെ തെളിഞ്ഞു വന്നാലോ എന്ന് എനിക്കൊരു പേടി. അതായത് നമ്മൾ നോർമൽ ആയിട്ട് ഒരു ക്രീം ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും പോവില്ല. കാരണം ഇത് മെലാസ്മ പോലെ അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് വരുന്നതാണോ എന്ന് എനിക്ക് ഉള്ളിൽ ഭയം വന്നു. ഓക്കെ, എന്നാ പിന്നെ അത് നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഈ ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണാൻ ചെല്ലുന്നത്. അപ്പൊ കാണാൻ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കല്യാണി ഇത് പെട്ടെന്ന് മാറില്ല, നമുക്കൊരു 3-4 മാസം ടൈം വേണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഓക്കെ ഡോക്ടർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അവർ എന്റെ മനസ്സിൽ വിചാരിക്കുന്ന അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇത് പെട്ടെന്ന് മാറില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കണം. കാരണം ഉള്ളിന്ന് ഇങ്ങനെ നമ്മുടെ എന്തൊക്കെയോ ഉള്ളിന്ന് ഇങ്ങനെ ഹീലായിട്ട് വരണം, സ്കിന്ന് നല്ലതാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാനും ഓക്കെ ആയിരുന്നു. അങ്ങനെ എന്നോട് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു. അപ്പം എന്റെ മനസ്സിൽ എന്താ, ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ ഡോക്ടർ നമുക്ക് മെഡിസിൻ തരും. അപ്പൊ നമ്മളത് ആ പറയുന്ന രീതിയിൽ കുടിക്കും അല്ലെങ്കിൽ ചെയ്യും, അങ്ങനെയാ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ചു പോയ ഒരു ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞോ അത് ഞാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു, ട്രീറ്റ്മെന്റ് എടുത്തു. ഓക്കെ, അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ കൃത്യമായി എല്ലാം ചെയ്തിരുന്നു, ട്രീറ്റ്മെന്റ് എല്ലാം കറക്റ്റ് ആയി എടുത്തിരുന്നെന്നാണ് കല്യാണി പറഞ്ഞത് അല്ലെ? പക്ഷെ കല്യാണിയെ ചികിത്സിച്ച ഡോക്ടർക്ക് പറയണത് മറ്റൊന്നാണ്. ബാ കേട്ടോക്കാം. എല്ലാ ട്രീറ്റ്മെന്റ്സിനും ഇടയിലും എന്തെങ്കിലുമൊക്കെ ഓരോ എൻഡോഴ്സ്മെന്റ് ഓരോന്നും ചെയ്തു വരും. അപ്പൊക്കെ ഞാൻ ഇത് ചെയ്യില്ലേ കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്ന ട്രീറ്റ്മെന്റ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്റ്റെബിലിറ്റി കിട്ടും റിസൾട്ട്സിന്. കല്യാണി പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡോക്ടർ പറയുന്നത് അല്ലെ? ട്രീറ്റ്മെന്റ് നടക്കുന്നതിനിടക്ക് തന്നെ ഓരോ കൺസൾട്ടേഷന്റെയും എടുക്ക് പോയിട്ട് കല്യാണി സ്വന്തമായി എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ചു നോക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞു വെച്ചത്. ഇതിലിപ്പോ ആര് പറഞ്ഞത് വിശ്വസിക്കുമോ എന്തോ. എന്തായാലും കല്യാണിക്ക് പറയണത് ബാക്കിയുടെ കേട്ടോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സാധനങ്ങൾ അവിടെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചു. അതിപ്പം ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ബോഡിക്കകത്ത് ഇതൊക്കെ നന്നായിട്ട് കൂടി നിന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് നന്നായി വരൂ എന്ന് നമ്മളോട് കൺവിൻസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ടൈമിൽ പോയ സമയത്തെ ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ പോയ സമയത്തെ ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ വാങ്ങിച്ച് ഇറങ്ങി.
അങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. ഫോട്ടോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. അതായത് 8 വർഷം മുന്നേ, അതായത് എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ എന്റെ +2 ടൈമിലേയും ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. പറ്റുവാണെങ്കിൽ എന്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ. അപ്പൊ ആ സമയത്ത് എന്റെ മോനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അവന് പാല് കൊടുക്കുന്ന സമയത്ത്, കുഞ്ഞിന് പാല് കൊടുക്കുന്ന ടൈമിലൊന്നും ഒരു ക്രീമും, അതായത് പ്രത്യേകിച്ച് ഇതുപോലെ സ്റ്റിറോയിഡുകളൊന്നും അത് തൊട്ട് പോലും നോക്കൂല. ആ ടൈമിൽ പോലും എന്റെ സ്കിന്നിന് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഈ പാട് വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടോ മറ്റു കാരണങ്ങളാലോ വന്നതല്ല, ഏതെങ്കിലും ക്രീം ഉപയോഗിച്ചിട്ട് എനിക്ക് വന്ന പാടല്ല അത്. അതെന്റെ അച്ഛൻ ഉണ്ടായോണ്ടും അച്ഛന്റെ പാരമ്പര്യത്തിൽ എല്ലാവർക്കും ഉണ്ടായോണ്ട് എനിക്ക് വന്ന പാടാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് എന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. ഞാൻ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ചെയ്തിട്ടാ കൊളാബ് ചോദിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അവർ പറഞ്ഞേക്കുന്നത് ഞാൻ 2ാമത്തെ തവണ ചെന്നപ്പോൾ കൊളാബ് ചോദിച്ചു. അത് അവർ നൽകാത്തതിന്റെ ദേഷ്യത്തിലാണ് അവരുടെ ക്ലിനിക്കിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള രീതിക്കാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് ഞാൻ വിസിറ്റ് ചെയ്തിട്ട് 2ാമത്തെ തവണ ചോദിച്ചു. അവർ പറയുന്നത് ഞാൻ 8 മാസം ആ ക്ലിനിക്കിൽ ചെന്നിട്ടുണ്ടെന്ന്. അങ്ങനെ 8 മാസം ഞാൻ കറക്റ്റായിട്ട് പേയ്മെന്റും കൊടുത്ത് എല്ലാം കൊടുത്ത് അവർ നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഇവൻ ഞാൻ അങ്ങനെ ബില്ല് താന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടാറില്ല. അവരെന്നോട് പറയും വാട്സപ്പിൽ ബില്ല് സെൻഡ് ചെയ്യാം മാം. അപ്പൊ ഞാൻ ഓക്കെ പറയും. പക്ഷെ ബില്ല് അയച്ചോ ഇല്ലയോ എന്ന കാര്യം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ പറയും, ഞാൻ ഓക്കെ പറയും. ഇത് അവർ തെളിയിക്കണം. കാരണം ആ ഒരു ക്ലിനിക്കിൽ ഫുള്ള് ക്യാമറയാണ്. അവിടെ ഡോക്ടറിന്റെ ക്യാബിനകത്ത് പോലും ക്യാമറയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ക്ലിനിക്കിൽ ഞാൻ ചെന്ന് കൊളാബ് ചോദിച്ചതിന്റെ ഒരു പ്രൂഫ് അവരിത് കാണിക്കണം. ഇത്രയും വലിയൊരു അലിഗേഷൻ എന്റെ നേരെ വെക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രൂഫ് അവരെന്റെ എനിക്ക് തരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഞാൻ കൊളാബ് ചോദിക്കുന്നതിന്റെ അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. കാരണം ഈ 2ാമത്തെ തവണ വിസിറ്റ് ചെയ്ത് ഞാൻ കൊളാബ് ചോദിച്ചിട്ട് ബാക്കി ഇത്രയും തവണയും ഞാൻ എന്റെ പേയ്മെന്റ് കൊടുത്ത് ഞാൻ ബില്ല് പോലും വാങ്ങിക്കാതെ അവർ വാട്സപ്പിൽ അയക്കാന്ന് പറയുന്ന വിശ്വസിച്ച് ഞാൻ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഞാൻ കൊളാബ് തരാത്തതിന്റെ ദേഷ്യത്തിൽ 8 മാസം അവർ പറയുന്നത് ഞാൻ 8 മാസം ചെന്നു എന്നാണ് കേട്ടോ. പക്ഷെ 8 മാസം അല്ല, നമ്മൾ ഒക്ടോബർ 9 ചെന്നത്. പിന്നെ നമ്മൾ 6.25 മാസത്തോളെ ചെന്നിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് വരെ ഞാൻ എന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരോടോ ഞാൻ കൊളാബ് അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല. അപ്പോൾ അവര് അത് പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ളത്. CCTVയും എല്ലാം ഉള്ള ക്ലിനിക് അല്ലേ. അപ്പൊ അവരത് പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ള കാര്യത്തിന്. കല്യാണി കൊളാബ് ചോദിച്ചോ ഇല്ലേ എന്നുള്ള കാര്യം ക്ലിനിക്കുകാർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ കല്യാണി ചേച്ചി കൊളാബ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അവർക്ക് ശീലമായ ഒരു കാര്യമാണ്. ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്റ്റുകളും മറ്റുമെല്ലാം കൊളാബ് ചെയ്ത ആളാണ്. സോ എന്ത് കാര്യം വരുമ്പോഴും കൊളാബ് ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി നാച്ചുറലി കല്യാണിക്ക് ഉണ്ടാകും. അതിന് ഞാൻ അവരെ കുറ്റം പറയൂല. കൊളാബ് ചോദിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നല്ല. അഥവാ ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ചൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. പക്ഷെ അങ്ങനെ കൊളാബ് ചോദിച്ചിട്ട് കിട്ടാതാകുമ്പോൾ മറ്റേ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കല്യാണി പറയുന്നത് കൊളാബേ ചോദിച്ചിട്ടില്ല എന്നതാണ്. അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. പറയുന്നത് അവര് പറയുന്നത് എന്തിന് ഇങ്ങനെ ഒരു ക്ലിനിക്ക് ആണെങ്കിൽ ഞാൻ എന്തിന് 8 മാസം എന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഞാൻ 6.5 മാസേ പോയിട്ടുള്ളൂ. അപ്പൊ എന്തിന് ഇത്രയും സമയം ഞാൻ അവിടെ പോയി? നിങ്ങൾ ആലോചിക്കണം. ഇവിടുന്ന് 10-75 കിലോമീറ്റർ ഉണ്ട്. ഞാൻ മെനക്കെട്ട് അവിടെ എന്തിനു പോയി എന്ന് ചോദിച്ചാൽ നമ്മളോട് തുടക്ക സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കരുത് കല്യാണി, ഇതിന് സമയം എടുക്കും. കാരണം പണ്ട് മുതലേ ഉള്ള സാധനമല്ലേ. പിന്നെ പേരൻസിനും ഉണ്ടായോണ്ട്, അതായത് എന്റെ അച്ഛനും ഉണ്ടായോണ്ട് അതിന്റെ സമയം എടുക്കും നമ്മളോട് പറഞ്ഞുകൊണ്ട് എനിക്കത് ഭയങ്കര കൺവിൻസ് ആയിരുന്നു. ഓക്കെ, ടൈം എടുത്താലും സാരമല്ല, ഇനിയിപ്പം ഇത് മാറുമല്ലോ, കുഴപ്പമില്ലല്ലോ, ഇനി ഇതിങ്ങനെ തെളിഞ്ഞു വരില്ലല്ലോ. അച്ഛന്റെ നന്നായിട്ട് തെളിഞ്ഞു വന്നു ഇപ്പൊ. അപ്പൊ അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അങ്ങനെ തന്നെ എന്റെ ഒരു 4-5 മാസം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 മാസം 5 മാസം ഒക്കെ ആയിട്ടും ഈ പാടിന് വലിയ മാറ്റങ്ങളൊന്നും വരാത്തോണ്ട് തന്നെ നമ്മൾ അവരോട് പറഞ്ഞു ഇതുപോലെ മാറ്റങ്ങൾ വരുന്നില്ല, മാത്രമല്ല എന്റെ ഫേസ് ഒന്നുകൂടെ ഡാർക്ക് ആവുന്നു, കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരാൻ തുടങ്ങി എന്നുള്ള കാര്യം നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അപ്പൊ അത് മാം എനിക്ക് ഈ പാട് മാറാത്തത് സ്കിന്ന് ഹൈഡ്രേറ്റ് ആവാത്തോണ്ടായിരിക്കും, അപ്പൊ നമുക്കൊരു ഇഞ്ചക്ഷൻ ചെയ്യാന്ന് വെച്ചിട്ട് എന്റെ മുഖത്ത് ഇങ്ങനെ അവര് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചക്ഷൻ ചെയ്തത് മുഖേന എന്റെ ഫേസിൽ രക്തം കട്ട പിടിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് അവർക്ക് അവരുടെ വാട്സപ്പിൽ അയച്ചു, ഇതുപോലെ എനിക്കിങ്ങനെ രക്തം കട്ട പിടിച്ച് ഭയങ്കര വേദനയുണ്ട്, കുറച്ചിങ്ങനെ ഇതായിട്ടിരിക്കുമായിരുന്നു, അപ്പം അത് നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് അവർക്ക് ഞാൻ എന്നിട്ട് എന്റെ കൺസേൺ ആയിട്ട് അയച്ചതാണ് കേട്ടോ. എന്റെ ഫേസിൽ ഇതുപോലെ ഈ മരുന്ന് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇവിടെ ദാണ്ട ഇങ്ങനെ കട്ട പിടിച്ച്, മരുന്നാണോ ഇനി ബ്ലഡ് ആണോ എന്ന് അറിയില്ല, നല്ല വേദനയും നീരും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാനത് അവരോട് പറഞ്ഞപ്പോ അവര് ഈ ഒരു ക്രീം ഡേറ്റ് മുകളിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം വാങ്ങി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യാൻ പറഞ്ഞു. എനിക്കിത് മസാജ് ചെയ്തിട്ടും കുറയാത്തോണ്ട് തന്നെ നമ്മൾ വീണ്ടും കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് മാറും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തന്നെ നമുക്കൊരു ക്രീം ഇവര് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണെങ്കിൽ ലോകത്തില്ലാത്ത വിലയുമാണ് കേട്ടോ, അത്രയും വിലയാണ് ആ ക്രീമിന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ക്രീം യൂസ് ചെയ്തിട്ട് എന്റെ ഇത് മാറാനാണെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും, അപ്പൊ പറഞ്ഞു ഇത് അങ്ങനെയുള്ള ക്രീമും കാര്യങ്ങളും ഒന്നും അല്ല, ഇത് ഇതുപോലെ നമ്മുടെ പിഗ്മെന്റേഷൻ പോവാൻ വേണ്ടിയിട്ടുള്ളതാണ്, തേക്കുമ്പോൾ
നോക്കുമ്പോൾ ആദ്യം ഒന്ന് ഡാർക്ക് ആവും, പിന്നെ ആയിരിക്കും നമുക്ക് ഈ പാടൊക്കെ മങ്ങാൻ തുടങ്ങാന്ന് പറഞ്ഞു. ഓരോ തവണയും അവർ ഓരോ സാധനങ്ങൾ നമ്മളിങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളത് ഓക്കെ മാറും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇങ്ങനെ പോവാണ്. അതിപ്പോ കല്യാണിയും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യാറുള്ളത്. ഓരോ ദിവസവും ഓരോ ക്രീമും കൊണ്ടുവരും. എന്നിട്ട് ഇത് ഏറ്റവും ബെസ്റ്റ് ക്രീമാണെന്ന് പറഞ്ഞ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഈ ക്രീമിനെ കുറിച്ചെല്ലാം എന്തറിഞ്ഞിട്ടാണ് ഇത്രയും കാലം ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രൊമോട്ട് ചെയ്തിരുന്നത്? നിങ്ങളുടെ എല്ലാം വാക്കുകൾ കേട്ട് ഇതെല്ലാം വാങ്ങി തേക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ക്ലിനിക്കിൽ നിന്നും ഇടയ്ക്കിടെ ഓരോരോ ക്രീം വാങ്ങി തേക്കാൻ പറഞ്ഞെങ്കിൽ നന്നായി പോയെന്ന് ഞാൻ പറയൂ. കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതാണെന്ന് കരുതിയാൽ മതി. ബാക്കി പറഞ്ഞാലും അങ്ങനെ ഈ ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ തൊട്ട് എന്റെ സ്കിന്ന് ഭയങ്കര മോശമാവാൻ തുടങ്ങി. ഇവിടെ എല്ലാം ഇങ്ങനെ ആദ്യം ഇവിടെ എല്ലാം ഇങ്ങനെ വന്നു. അപ്പൊ മാർച്ച് മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചൂടുകുരു ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഇവിടൊക്കെ പാട് വരാൻ തുടങ്ങി. എനിക്കറിയാം യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്താന്ന്. അപ്പോഴും ഞാനിങ്ങനെ ഇതിന്റെ കാരണമാണ് എന്നുള്ള ചിന്ത എനിക്ക് പോകുന്നില്ല. ചിലപ്പോൾ ചൂടായതുകൊണ്ട് ചൂടുകുരു വന്നായിരിക്കും എന്നായിരിക്കും ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഞാൻ ആ ക്രീമൊക്കെ ഒന്ന് നിർത്തി കഴിഞ്ഞപ്പോ എനിക്കിങ്ങനെ, അതായത് സീച്ചറിനും എല്ലാം എന്നെ വഴക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതങ്ങ് നിർത്തി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ കഴുത്തിന്റെ ഇവിടുത്തെ എല്ലാം അങ്ങ് പോയി, ആ ഒരു വന്ന സംഭവങ്ങളെല്ലാം. അപ്പൊ നമുക്ക് പതുക്കെ ഡൗട്ട് അടിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഇത്രയും മാസം ഇത്രയും കാശ്, നല്ല രീതിക്ക് കാശായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെന്താ ഇങ്ങനെയെന്നുള്ളത് നമുക്ക് ഡൗട്ട് അടിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ക്ലിനിക്കിൽ ചെല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അതുകൊണ്ട് രണ്ടാമത് എടുന്ന് ഷൂട്ട് ചെയ്യാന്ന് കേട്ടോ. എനിക്കാണ് ഉറക്കം വരുന്നുണ്ട്, 12:50 അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പൊ ആ ഒരു സമയമായപ്പോൾ നമുക്ക് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ഓക്കെ, കാരണം ഇവിടെ വരെ എനിക്കൊരു ഷെയ്ഡായി. കാരണം ആ ഇങ്ങനെ ഒരു ഷെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു മാസം കുറച്ച് നാളും കൂടെ ഞാൻ ആ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം കഴിയുമ്പോഴത്തേന് ഇതെല്ലാം ഇങ്ങനെ പോകുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് വർക്ക് ആവില്ല എന്നുള്ള കാര്യം ഓൾറെഡി മനസ്സിലാവാൻ തുടങ്ങി. തുടങ്ങി നല്ല നമുക്കറിയാലോ, ഇത്രയും നാളും ഞാൻ ആ സമയം, എൻ്റെ സമയം, യാത്ര, ഒരു ദിവസം അതെല്ലാം കൊടുത്ത് ഇതാക്കിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ഇടയിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അതെല്ലാം എൻ്റെ കയ്യിൽ വിത്ത് പ്രൂഫായിട്ടുണ്ട്. ഞാൻ എന്നെ കൺസേൺ അറിയിക്കുന്നതും ഇതുമെല്ലാം. അപ്പം ഇതെല്ലാം എൻ്റെ കയ്യിൽ പ്രൂഫായിട്ടുണ്ട്. എനിക്കിപ്പോൾ നിങ്ങളെ ഒന്നും കേൾപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് കോർട്ടിൽ അതുപോലെ എനിക്ക് കാണിക്കേണ്ട സാധനങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ തൊട്ട് ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ബില്ല് അത് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ചോദിച്ചത്. ബില്ല് തരാൻ പറഞ്ഞു. നമ്മൾ മെസ്സേജ് അയച്ച ആദ്യം ചോദിച്ചത്, എനിക്കുണ്ടല്ലോ, എനിക്ക് എൻ്റെ ബില്ലുകളെല്ലാം ഒന്ന് തരാമോ, എനിക്ക് അയച്ചിട്ടില്ല. കാരണം ആദ്യം മുതൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവര് എനിക്ക് ബില്ല് അയച്ചു കേട്ടോ, അയക്കാതൊന്നും ഇരുന്നിട്ടില്ല. പക്ഷെ അവർ അയച്ചേക്കുന്ന ബില്ലെന്ന് വെച്ചാൽ വേണ്ട, ഞാൻ ബില്ല് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബില്ല് ഇതാ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വാദിക്കുന്ന പോലെ എനിക്ക് ബില്ല് ഫുള്ള് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനെ ബൾക്കായിട്ട് ബില്ല് അയക്കണ്ടല്ലോ. അപ്പൊ ബില്ലിങ് തന്നു. അപ്പം ഓക്കെ, അപ്പൊ ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ? അല്ല, ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അവർ ബില്ലൊന്നും തന്നിട്ടില്ല എന്നായിരുന്നല്ലോ. എന്തായാലും ഇപ്പൊ ബില്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ ബില്ലൊക്കെ സമയം വാങ്ങേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ് കേട്ടോ. ഞാൻ ക്ലിനിക്കിലെ ന്യായീകരിക്കല്ല. അവർ ബില്ല് തരുന്നില്ലെങ്കിൽ ചോദിച്ച് വാങ്ങേണ്ട ഉത്തരവാദിത്തം നമുക്കും കൂടി ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലെ പൈസയാണ് പോകുന്നത്. എന്തിനൊക്കെയാണ് നമ്മൾ പൈസ ചെലവാക്കിയതെന്ന് ചോദിച്ച് വാങ്ങാനുള്ള അവകാശം നമുക്കുണ്ട്. വളരെ വിശദമായി പറഞ്ഞു തരാനുള്ള ഉത്തരവാദിത്തം ഈ ക്ലിനിക്കിനുമുണ്ട്. പക്ഷെ കല്യാണി ട്രീറ്റ്മെന്റ് എടുത്ത് പോകുന്നല്ലാതെ ബില്ലൊന്നും മര്യാദയ്ക്ക് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അവസാനം ഇങ്ങനെയെല്ലാം പ്രശ്നമുണ്ടായ സമയത്ത് ബില്ലെല്ലാം എടുത്തു നോക്കിയപ്പോൾ കല്യാണം അവിടെ അടിച്ച പൈസയേക്കാൾ കുറവുള്ള ബില്ലാണ് തന്നിരുന്നത് എന്ന് മനസ്സിലായി പോലും. അതായത് ഇവര് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയപ്പോൾ ആ ക്ലിനിക്കിലേക്ക് കൊടുത്ത പൈസയുടെ കണക്ക് കിട്ടി. ആ കണക്കും അവർ തന്ന ബില്ലും ടാലി ആവുന്നില്ല എന്ന് കല്യാണം തുടർന്ന് പറയുന്നുണ്ട്. അതൊന്ന് കണ്ടോക്കാം. ഞാൻ ആ ബില്ലെല്ലാം നോക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രേ ഉള്ളൂ എന്ന്. അപ്പം എന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബാങ്കിൽ പോയിട്ട് ഈ ഒരു ക്ലിനിക്കിലേക്ക് ഞാൻ അയച്ചേക്കുന്ന പൈസയുടെ മാത്രം ഡീറ്റെയിൽസ് എടുത്തു. അപ്പൊ ഇവർ തന്നക്കുന്ന ബില്ലും ഇതുമായിട്ടും ഗജാന്തരം, അങ്ങനല്ലേ ആ വാക്ക് പറയുന്നത്, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു, നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഏകദേശം കൺഫേം ആയി എന്തൊക്കെയോ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണ് ആ ഒരു പരാതി നമ്മൾ സ്റ്റേഷനിൽ കൊടുക്കുന്നതും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ക്ലിനിക്കിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കല്യാണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ബില്ലിൽ കാണിച്ചതിനേക്കാളും ഇരട്ടി പൈസ ഇവർ വാങ്ങിയെന്നാണ് പറയുന്നത്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ തെളിവും കൂടി വെക്കാനുള്ള ഉത്തരവാദിത്തം കല്യാണി കാണിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെയും ബില്ലിന്റെയും കോപ്പികൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ആളുകൾക്ക് വിശ്വസിക്കാൻ കുറച്ചുകൂടി എളുപ്പമായി. അല്ലാതെ ബില്ലിൽ പറഞ്ഞതിനേക്കാളും പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് നിങ്ങൾ ബില്ലിംഗ് ആയി കൊടുത്ത ഒരു പൈസയാണ്. അവർ
ഇടിച്ചു പറിച്ച് വാങ്ങിയതൊന്നുമല്ല. സോ ആ പൈസയുടെ കണക്ക് ബില്ലിൽ കാണിക്കാതിരിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനിയിപ്പോ അവർ കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കൊടുത്ത എമൗണ്ടിനനുസരിച്ച് അവർക്ക് ബില്ലിൽ ഓരോന്ന് എഴുതി ചേർക്കാനാണ് ഇത്ര ബുദ്ധിമുട്ട്. സോ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വൈകാതെ കിട്ടുമെന്ന് കരുതുന്നു. ബാക്കി പറഞ്ഞാലും ഇവർ വന്ന് ഒപ്പിടുന്നുമുണ്ട്. ഇവർ വന്ന് നമുക്ക് ഇവർ ഓൾറെഡി പറയുന്നത് എന്താണ് വീഡിയോയിൽ, നമുക്ക് എല്ലാം തന്നു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പക്ഷേ രണ്ടാമത് ഇതാ ഇവർ വന്ന് ഒപ്പിട്ട് കൊടുത്തേക്കാണ്, നമ്മളെല്ലാം കൊടുക്കാം, നമ്മളെ ബില്ലും എന്റെ ട്രീറ്റ്മെന്റിന്റെ ഫയലും കൊടുക്കാം എന്ന് പറഞ്ഞ് അവർ ഒപ്പിട്ട് നമ്മളത് ഓക്കെ ശരിയെന്ന് പറഞ്ഞ് പിരിഞ്ഞതാ. പക്ഷെ ഈ നിമിഷം വരെ നമുക്ക് ഫയൽ കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് റിയാക്ട് ചെയ്യുന്നവരോടാണ്. കാരണം ഒരു കൺസേൺ പറഞ്ഞത് ഞാനാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരാൾ പോലും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആണ്, ഒരാൾ പോലും എന്താണ് സംഭവിച്ചതെന്നോ എന്താണെന്നോ എന്നോടൊരു എൻക്വയറി ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. വളരെ ഫേക്കായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഭയങ്കര ഫേക്കായിട്ടാണ് നിങ്ങൾ ആൾക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിനെതിരെ ഇത്രയും വലിയൊരു അലിഗേഷൻ പറയുമ്പോൾ അത് കള്ളമാണെങ്കിൽ അത് ഞാൻ പിടിക്കപ്പെടാം, അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പിടിക്കപ്പെടും. പക്ഷെ അങ്ങനെ അത്രയും വ്യക്തമായിട്ടുള്ള തെളിവുകളും പ്രൂഫുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇനി ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് പുറമേ ഇരുന്ന് പറയുന്നവർക്കൊക്കെ പറഞ്ഞോട്ടെ, ഇനി ഒരാൾക്ക് ആ ക്ലിനിക്കിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പോണോ അല്ലെങ്കിൽ പോകുമ്പോൾ അത് അലേർട്ടായിട്ടിരിക്കണം, ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അലേർട്ടായിട്ടിരിക്കണം എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഞാനിത് എങ്ങനെയാണെങ്കിലും പറയട്ടെ. എനിക്ക് എന്തോരം മെസ്സേജസ് വന്നിട്ടുണ്ടെന്ന് അറിയാവോ ഇൻസ്റ്റയ്ക്കകത്ത് ഇവർ പറ്റിച്ചവരുടെയും ഈ 1 സ്റ്റാർ കൊടുക്കുന്നതും ഒക്കെ ഒന്ന് എടുത്ത് നോക്കി എൻക്വയറി ചെയ്യുക. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ ആ ഇൻസ്റ്റയിലെ കമന്റ് ബോക്സിൽ തന്നെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഇവരിങ്ങനെ പറ്റിച്ചു, ബില്ല് തരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഡോക്ടർ ചൂടായി, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അനുഭവം അല്ലേ. അപ്പൊ വെറുതെ ഒരു കാര്യത്തെക്കുറിച്ച് വെറുതെ വന്ന ഒരു അലിഗേഷൻ പറയാനോ ഒരു സ്ഥാപനത്തിനെ വെറുതെ പൂട്ടിക്കെട്ടാനോ ഒരു കൊളാബ് തന്നില്ല അതുകൊണ്ട് അവരെ മോശം പറഞ്ഞു, അങ്ങനെയൊന്നും ഇത്രയും ചെറിയ ഒരു ചിന്താഗതി അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല കേട്ടോ. നമ്മൾ അത്രയും പ്രൂഫും അത്രയും നമ്മൾ ഇനി ഒരാൾക്കൊരു അബദ്ധം പറ്റരുതെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത് നമ്മൾ ഷെയർ ചെയ്തത്. പല കാര്യങ്ങളും നമ്മൾ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല, കാരണം നമ്മുടെ കയ്യിൽ ഫുള്ള് പ്രൂഫ് ഉണ്ട്. പക്ഷെ നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഈ വന്നേക്കുന്നുണ്ടല്ലോ വോയിസ് റെക്കോർഡ്, അല്ലെങ്കിൽ തന്നെ ഒരു ഹോസ്പിറ്റല് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക്, ഞാൻ എന്റെ കൺസേൺ ആയി പോട്ടെ, എനിക്ക് വട്ടച്ചോറി പിടിച്ചു, ഞാൻ എന്റെ കൺസേൺ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു, ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നു. പഴിയെ പോകുന്ന ഒരാള് അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ഒരാൾ വിളിച്ചിട്ട് ഇന്നാളുടെ പേര് പറഞ്ഞിട്ട് അവയൊക്കെ എന്താണ് കുഴപ്പം പറഞ്ഞോളൂ, എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എടുത്ത ട്രീറ്റ്മെന്റ് എടുത്തതും എടുക്കാത്തതുമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫേക്ക് ആയിട്ട് പറയുക, അതൊക്കെ എന്ത് ഡിഗ്നിറ്റിയുടെ ആ ഒരു സ്ഥാപനത്തിന്റെ ഡിഗ്നിറ്റി തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പറഞ്ഞ എവിടെ പറയും അങ്ങനെ നമ്മളുടെ പേഴ്സണലായിട്ട് നമ്മൾ പൈസ കൊടുത്ത് ചെയ്ത് ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ അത് വളരെ കള്ളങ്ങള് ഇതുപോലെ എങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതിപ്പോ നിങ്ങൾ ആ സ്ഥാപനത്തിന്റെ പേരെടുക്കും വെളിപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യം വീഡിയോ ചെയ്തത്. ദശലക്ഷക്കണക്കിന് ആളുകളാണ് നിങ്ങളുടെ ആ വീഡിയോ കണ്ടത്. അതായത് അത്രയും ആളുകൾക്കിടയിൽ ആ സ്ഥാപനത്തിന് ഒരു മോശപ്പേരുണ്ടായി എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ സ്വയം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവർ പുറത്തു വിട്ടതിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാനൊന്നും പറ്റൂല. പിന്നെ രോഗിയുടെ കോൺഫിഡൻഷ്യാലിറ്റി അത് അവർ കീപ്പ് ചെയ്യേണ്ടത് തന്നെയായിരുന്നു. രോഗിയുടെ വിവരങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ലായിരുന്നു. അത് ക്ലിനിക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച തന്നെയാണ്. പക്ഷെ അവരത് നിവർത്തിക്കേണ്ടോണ്ട് ചെയ്തതാവാനേ സാധ്യതയുള്ളൂ. ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ ഞാൻ ഒരു എന്ന് വെച്ചാൽ എക്സ്പ്ലനേഷൻ ആണ് ഈ തന്നേക്കുന്നത്. ഇനി ഇതില് നിങ്ങൾക്ക് തീരുമാനിക്കാം, എന്താണെങ്കിലും തീരുമാനിക്കാം. കാരണം ഞാൻ നിയമത്തിന്റെ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവസാനമായിട്ട് പറഞ്ഞു നിർത്തട്ടെ, സത്യം എന്തായാലും മറന്നീക്കി പുറത്തു വരും. അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. 1000 കുടത്തിന്റെ വാ നമുക്ക് മൂടിക്കെട്ടാം, പക്ഷെ ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറ്റ്ലീസ്റ്റ് സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആണ്. എന്നോട് വന്ന് ഒരാൾ പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്താ സംഭവം, നിങ്ങളല്ലേ പരാതിക്കാരി, എന്താണ് സംഭവം, നിങ്ങൾ എന്നാണ് വീഡിയോ ഇടുന്നത്, ചോദിച്ചിട്ടില്ല. ഒരു സൈഡിൽ നിന്ന് കേട്ടിട്ട് എന്തൊക്കെയോ പടച്ചു വിടുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ നമുക്ക് കേസ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പൊ അതുവരെ ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചു. ലാസ്റ്റ് കാരണം അവരെനിക്കെതിരെ വച്ചേക്കുന്ന അലിഗേഷൻ കൊളാബ് കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ മിസ്ബിഹേവ് ചെയ്തു, ക്ലിനിക്കിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമുക്കെതിരെ വച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെറ്റാഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് അതുവരെ നമുക്ക് തെളിവൊന്നും ഇല്ല നമ്മളുടെ കയ്യിൽ. അപ്പോൾ ഇവരെന്താ പറയാൻ പോകുന്നത്, അറ്റ്ലീസ്റ്റ് ഞാൻ അവിടെ ഫുള്ള് സ്ത്രീകളല്ലേ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ കൂടെ വരുന്നത്, വേറെ ആരും ഇല്ല, എൻ്റെ ഹസ്ബൻഡാ. അപ്പോൾ ഇവരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത് പ്രൂവ് ചെയ്യാനില്ല. ഇപ്പം ഞാൻ തന്നെ ഇവിടെ
വന്ന് വെറുതെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ നിങ്ങൾ ആരും എന്നെ വിശ്വസിക്കില്ല. അറ്റ്ലീസ്റ്റ് ഇത് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പൊ അറ്റ്ലീസ്റ്റ് എനിക്കത് കാണിക്കാൻ പറ്റുന്നത്. നമ്മൾ മാന്യമായിട്ട് അവിടുന്ന് നിങ്ങൾ കേസിന് പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മാന്യമായിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി ഉടനെ തന്നെ കേസ് കൊടുക്കുകയാണ് ചെയ്തത്. ഉടനെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ് ചെയ്തത്. അതും എനിക്കറിയത്തില്ല എത്രത്തോളം നിങ്ങൾക്കിത് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അടുത്തത് വരാൻ പോകുന്നതെന്നോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഇതുവരെ എൻ്റെ ഫയലോ എൻ്റെ ഫുൾ ബില്ലോ കിട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിച്ചു. അഥവാ എൻ്റെ ഫയൽ അവർ തന്നിട്ടുണ്ട്, സമ്മറി തന്നിട്ടുണ്ട് എന്നാണെങ്കിൽ അത് എങ്ങനെയാണ് അവർ തന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. നേരിട്ടാണ് തന്നതെങ്കിൽ അവരത് CCTVയിൽ എനിക്ക് നേരിട്ട് തരുന്ന പോലെ ആ ഒരു വീഡിയോ അവർ പ്രസന്റ് ചെയ്യണം. അതല്ല മെയിൽ ത്രൂ ആണെങ്കിൽ അവരെനിക്ക് മെയിൽ അയച്ചത് തന്നതിന്റെ എവിഡൻസ് കാണിക്കണം. അതുപോലെ തന്നെ കൊളാബ് ചോദിച്ചു എന്ന് പറഞ്ഞു, ആ കൊളാബ് ചോദിച്ചതിന്റെ അത് എന്താന്ന് വെച്ചാൽ കാണിക്കണം. എന്താണോ എനിക്കെതിരെയുള്ള അവരുടെ തെളിവ് അത് അവർ കാണിച്ചോട്ടെ. നമ്മൾ മിസ്ബിഹേവ് ചെയ്തു, നമ്മൾ അവിടെ കിടന്ന് എന്റെ പവർ മറ്റേ എന്റെ ഹസ്ബൻഡ് അങ്ങനെ എന്താണോ നമ്മൾ മിസ്ബിഹേവ് ചെയ്തത് അത് അവർ പ്രൂവ് ചെയ്യണം. നമ്മൾ അങ്ങനെ ചെയ്തു, നമ്മളുടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റാഗ്ലാസ് ഉപയോഗിച്ചതും ഷൂട്ട് ചെയ്തതും. കാരണം അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. നമ്മൾ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, നമ്മൾ കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ആൻഡ് വീഡിയോ ഞാൻ ബ്ലർ ചെയ്തേക്കുന്നതിന്റെ കാരണം അവരുടെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ബ്ലർ ചെയ്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫേസ് ഞാൻ കൊടുക്കുന്ന പ്രൈവസിയാണ്. അവരെന്തൊക്കെ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ, അതായത് ഞാൻ ഇതിനാണ് ചെന്നത്, അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതായത് ഡോക്ടറിനാണല്ലോ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത്, അതെല്ലാം എന്നെ കൊണ്ട് ഞാൻ പൈസ അടച്ച് തന്നെ ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി എന്താണ് നമുക്ക് കോടതി മുഖേന അടുത്ത കേസൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അത്രേ ഉള്ളൂ എന്റെ മറുപടി. ഇനി നമുക്ക് കേസ് കഴിഞ്ഞിട്ടേ ഇതിനൊരു സംസാരം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയുള്ളൂ. ബൈ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബില്ലും ഫയലും ചോദിക്കാൻ വേണ്ടി പോയ ആള് മെറ്റാഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പൊ അവിടെ ഇന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് തന്നെയാണ് കല്യാണം അങ്ങോട്ട് പോയതെന്ന് അർത്ഥം. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയതെന്നും പറയാം. കല്യാണിയുടെ ഭർത്താവിനെതിരെയൊക്കെ സീരിയസ് അലിഗേഷൻ ആണ് മറ്റു ഡോക്ടർ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും രണ്ടു കൂട്ടരും സ്വയം ന്യായീകരിക്കുന്നുണ്ട്. ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതിൽ ഒരു ഫൈനൽ വേർഡിക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അത് പക്ഷേ ഇപ്പൊ അടുത്തൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇനി ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യൂല എന്ന് തന്നെയാണ് കല്യാണം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മിക്കവാറും കല്യാണിയുടെ വീഡിയോക്ക് മറുപടി ആയിട്ട് ഡോക്ടർ രംഗത്ത് വരും. അങ്ങനെ അതിനുള്ള മറുപടി ആയിട്ട് കല്യാണി വീണ്ടും വരും. ഇതങ്ങനെ നീണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. എന്തായാലും കല്യാണി പറഞ്ഞ പോലുള്ള ഒരു തട്ടിപ്പ് ക്ലിനിക്കുകാർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം. അല്ല മറിച്ചാണെങ്കിൽ, അതായത് ക്ലിനിക്കിനെ ഡീഫേം ചെയ്യാൻ വേണ്ടി കല്യാണി ഓരോന്ന് പറഞ്ഞതാണെങ്കിൽ അതിനുള്ള ശിക്ഷ കല്യാണിക്ക് കിട്ടണം. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.